നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ 20 ലക്ഷം രൂപയുടെ MDMA പിടികൂടി. മുതുവല്ലൂർ സ്വദേശി ആകാശ് അറസ്റ്റിൽ. ലഹരി വിൽപ്പന നടത്തിയത് സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി. കൊട്ടാരക്കര ഇഞ്ചക്കാട് ബാറിൽ കൂട്ടത്തല്ല്. 2 പേർക്ക് പരിക്ക്, 3 പേർ പിടിയിൽ. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചെന്ന് പോലീസ്. പത്തനംതിട്ട മെഴുവേലിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പന്നികളെ വെടിവെച്ച് കൊന്ന് കർഷക സംഘം. പന്നിവേട്ട കൂടുതൽ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കും. കൊല്ലം ചാത്തന്നൂരിൽ തകർന്ന കനാൽ ഭിത്തി പുനർനിർമ്മിച്ചില്ല. പ്രതിസന്ധിയിൽ കർഷകർ. പുനർനിർമ്മാണത്തിന് ഫണ്ടില്ലെന്ന് അധികൃതർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പിടിയിലായത് ഒറ്റശേഖരമംഗലം സ്വദേശികളായ അഖിലും ഭാര്യ അഞ്ജുവും. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് 2 ലക്ഷം രൂപ. വിശദമായി നോക്കാം. കോഴിക്കോട് ആത്മഹത്യ ചെയ്ത നിയമ വിദ്യാർത്ഥിനി മൗസയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം. മകളെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നും പിന്നിൽ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും പിതാവ്. കഴിഞ്ഞ 15-നാണ് മൗസ അവസാനം വീട്ടിലെത്തിയത്. 17-ന് മടങ്ങി. വീട്ടിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് പറഞ്ഞു. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 17-ാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ്. ഇവിടെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിലും ഈ കുട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ്. അടുത്ത മാർച്ചിൽ ഇൻറ്റേൺഷിപ്പിൽ എറണാകുളം ഹൈക്കോടതി ഇൻറ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കില്ല. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശക്തമായ ഇടപെടൽ അതിനിവിടെ ഉണ്ടായിരിക്കും. വേറെ സാമ്പത്തികമായിട്ടോ ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒരു വിഷമങ്ങളോ ഇല്ല. ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു കുട്ടിയാണ്. പിന്നെ ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് പോലീസ് എന്തായാലും കണ്ടെത്തി ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരണം. ഇന്നലെ ഞങ്ങൾ ഈ ന്യൂസ് അറിയുന്നത് വളരെ ഷോക്കോടുകൂടിയാണ് നമ്മളിത് കേൾക്കുന്നത്. കാരണം നമുക്കറിയാം അവൻ്റെ ലൈഫ് എങ്ങനെയെന്നും അവൻ എങ്ങനെയാണ് മക്കളോട് പെരുമാറണമെന്നും അവരുടെ ലൈഫൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. കാരണം ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു പിതാവിനുണ്ടാവരുത്. അവൻ്റെ അതേ പ്രായത്തിലുള്ള മക്കൾ എനിക്കുണ്ട്. എൻ്റെ മോളിലും പഠിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ ഭയപ്പാടിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് സംഭവം എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും കൃത്യമായിട്ട് കണ്ടെത്തണം. അത് ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഒരു വളരെ ആശ്വാസമായിരിക്കും. സനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ, മകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലും ആ അച്ഛനോ അമ്മയ്ക്കോ അറിയില്ല എന്നുള്ളതാണ് സാഹചര്യം. പോലീസിന്റെ സംശയം ചെന്ന് നിൽക്കുന്നത് ആൺ സുഹൃത്തിലേക്കാണ്. ഇയാൾ ഈ ആത്മഹത്യയുടെ തലേ ദിവസം മൗസയുടെ ഫോണുമായി കടന്നു കളഞ്ഞതായി മൗസയുടെ തന്നെ സഹപാഠികൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളിപ്പോൾ ഒളിവിലാണ്. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്? തൃശ്ശൂർ ചാവക്കാട്ടാണ് ഈ കുടുംബം താമസിക്കുന്നത്. അവർ സമ്പന്ന സ്ഥിതിയിലുള്ള, അതായത് കാര്യമായ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളോ ഒന്നുമുള്ള ഒരു കുടുംബമല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ അച്ഛൻ എന്നൊക്കെയുള്ള രീതിയിലാണ്. വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഒപ്പം കുടുംബത്തോട് വളരെ അടുത്ത് ഇടപഴകിയിരുന്ന, അച്ഛനോടും മറ്റുമൊക്കെ ഒരു സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഇടപഴകിയിരുന്ന ഒരു കുട്ടിയുമാണ് മൗസ. എന്നാൽ പെട്ടെന്നാണ് മൗസയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നേരത്തെ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ മാറ്റങ്ങൾ പോലും വീട്ടിൽ അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് കുടുംബം പറയുന്നുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഒരു അടുത്ത കാലത്തായി സൗഹൃദം സ്ഥാപിച്ചെത്തിയ ഒരു ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ്. അയാൾ തലേ ദിവസം ഈ മൗസ താമസിക്കുന്ന സ്ഥലത്തെത്തുകയും മൗസയുമായി വാക്കേറ്റമുണ്ടാവുകയും അവളുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ചില സംഭവങ്ങളും ഉണ്ടായതായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മൗസയുടെ അമ്മയുടെ ഫോണിലേക്ക് ഇയാൾ കോൾ വിളിച്ചിരുന്നു. കോൾ വിളിച്ച ശേഷം ചില കാര്യങ്ങൾ
പറഞ്ഞിരുന്നു. 22 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇക്കാര്യം മൗസയോട് ഇയാൾ പറഞ്ഞു, അമ്മയെ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതോടുകൂടി മൗസ വളരെ അസ്വസ്ഥമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇത്തരം അടുപ്പമുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും വീട്ടുകാർക്ക് അറിവുണ്ടായിട്ടില്ല. വീട്ടുകാരുടെ അങ്ങേയറ്റം സൗഹാർദ്ദപരമായി ഇടപഴകുന്ന ഒരു പെൺകുട്ടിയുമാണ്. ഇത്തരത്തിൽ കുടുംബവുമായി ഇയാൾ സംസാരിച്ചു എന്നറിഞ്ഞതോടെ മൗസ വലിയ ആഘാതത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ സംസാരിച്ച സംഭാഷണ ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത ശേഷം മൗസയുടെ ഫോണിലേക്ക് ഇയാൾ അയച്ചു എന്നും വിവരമുണ്ട്. ഇത് കേൾക്കുകയും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ മറ്റ് ചില സുഹൃത്തുക്കൾ കൂടി ഇയാൾ ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചാണ് ഇരുവരും തമ്മിൽ പാക്കേറ്റമുണ്ടാവുകയും ഈ ഫോൺ തന്നെ ഇയാൾ പിടിച്ചു വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഫോൺ തകരാറിലാണ് എന്ന് പറയുകയും മറ്റു സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോഴും കുടുംബത്തിന് ഇത് സംബന്ധിച്ച യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷമാണ് മൗസ ഈ മരണത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം ഒരു സാധാരണ യുവാവെന്ന രീതിയിലാണ് ഇയാൾ അടുത്തുകൂടിയത്. പക്ഷേ പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് ഇയാൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ട് എന്നുമൊക്കെയുള്ള വിവരം മൗസ അറിയുകയും ചെയ്യുന്നത്. ഇത് വലിയ ആഘാതമായി മാറിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ കോളേജിന് എതിർവശത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ഈ മൗസ പാർട്ട് ടൈമായി ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. പണത്തിന് വലിയ അത്യാവശ്യം ഇല്ലെങ്കിൽ പോലും ഈ പഠനം കഴിഞ്ഞുള്ള ഇടവേളകളിൽ ഒരു സമയം ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിൽ ആ ജോലിക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയും ജൂൺ മുതൽ നവംബർ വരെ അവർ പണിയെടുത്തു. പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് ആ സൗഹൃദ വലയത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയും ആ ഷോപ്പിൽ ജോലിക്ക് നിന്നും ഒഴിവാവുകയും ചെയ്തു. പിന്നീട് ഈ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന യുവാവുമായൊക്കെ വലിയ സൗഹൃദമുണ്ടായിരുന്നു. ഒപ്പം മറ്റു ചില സുഹൃത്തുക്കളുമൊക്കെ ഒരു വിപുലമായ സൗഹൃദ വലയം ആ കോളേജിനടുത്ത് ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സൗഹൃദത്തിൽ നിന്നൊക്കെ പിന്നീട് മെല്ലെ മെല്ലെ മൗസ അകന്നു പോകുന്നു. ആദ്യം ഫോൺ വിളിക്കുമ്പോൾ 1 മിനിറ്റ് സംസാരിക്കുന്നു, പിന്നെ ഫോൺ എടുക്കാതാവുന്നു, മെസ്സേജുകൾ അയക്കാതാവുന്നു. തികച്ചും ഒരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് മൗസ നീങ്ങുന്നതാണ് കണ്ടത്. പലപ്പോഴും യുവാവിനൊപ്പം കാറിൽ കറങ്ങുന്നതൊക്കെ അവിടെ പലരുമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അയാളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. താമസിക്കുന്ന സ്ഥലത്തെത്തിയാലും വേഗം ക്ലാസ് കഴിഞ്ഞെത്തുമ്പോൾ മുറിക്കുള്ളിലേക്ക് അടച്ചിട്ടിരിക്കുക, മറ്റാരുമായി മിണ്ടാതിരിക്കുക. അങ്ങനെ കുറച്ച് നാളുകളായി തന്നെ അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങൾ ആ കുട്ടിയിൽ പ്രകടമായിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം ഇയാളുടെ ഒരു പ്രഭാവമാണ്, അല്ലെങ്കിൽ മറ്റു സൗഹൃദങ്ങളിൽ നിന്നൊക്കെ ഇയാൾ മൗസയെ പിന്തിരിപ്പിച്ചതാവാം എന്ന സാധ്യതകളും ഉണ്ട്. എന്തായാലും വളരെ വലിയ മോശമായ പെരുമാറ്റം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വലിയ മാനസികാഘാതമായി മാറുന്നു. ഇയാൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നുമുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത് അങ്ങേയറ്റം ഇവരെ അസ്വസ്ഥമാക്കുന്നു. ഇതിലൊക്കെ ഉപരി സ്വന്തം വീട്ടുകാരോട് ഇയാൾ ഫോണിൽ സംസാരിച്ചു എന്നതും വലിയ ആഘാതമായി മൗസയ്ക്ക് മാറിയിട്ടുണ്ടാവും. അതാവാം ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഈ യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. കോഴിക്കോട് കോവൂർ സ്വദേശിയാണ്. ഈ മരിക്കുന്നതിന് മുമ്പ് മൗസയുടെ ഫോൺ കൊണ്ടുപോയി ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒപ്പം ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ഇയാൾക്കെതിരെ ചുമത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും പോലീസിനുണ്ട്. തീർച്ചയായും എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നുമില്ലെങ്കിൽ പോലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിനിടയിൽ കിട്ടുന്ന ചെറിയ ഒഴിവിൽ പോലും മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മൗസ എന്ന പെൺകുട്ടി. അത്തരത്തിൽ വളരെ ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്തിന് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് വലിയ വിഷമമായി തുടരുകയാണ്. അതുകൊണ്ട് സമഗ്ര അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഈ ആൺ സുഹൃത്തിനുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം. അയാളെ പിടികൂടണം എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ഫാത്തിമ മൗസ മെഹറിസിനെ കാണാതായ മൊബൈൽ ഫോൺ ആൺ സുഹൃത്തിന്റെ പക്കലെന്ന് മൊഴി. കോവൂർ സ്വദേശിയായ ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യുവാവുമായി സൗഹൃദം ആരംഭിച്ച ശേഷം മറ്റുള്ളവരുമായുള്ള അടുപ്പം മൗസ കുറച്ചതായി മൗസയുടെ സുഹൃത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കടലാസ് കഷ്ണത്തിൽ എഴുതിവെച്ച 3 ഫോൺ നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത്. മാതാപിതാക്കളുടെയും അമ്മാവന്റെയും നമ്പറുകളാണിത്. ഫോണിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഫോൺ സംഭവ ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മൗസ മരിച്ചതിന്റെ തലേനാൾ ആൺസുഹൃത്തും മൗസയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഇയാൾ ഫോൺ എടുത്തുകൊണ്ടു പോകുകയായിരുന്നുവെന്നും സഹപാഠികൾ മൊഴി നൽകി. സുഹൃത്തിന്റെയും മൗസയുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൗസയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സുഹൃത്തുക്കളും പറയുന്നു. കോളേജിന് സമീപമുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നവംബർ വരെ മൗസ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു.
എന്നാൽ യുവാവുമായി സൗഹൃദം ആരംഭിച്ചതോടെ ജോലി അവസാനിപ്പിച്ച മൗസ പിന്നീട് സൗഹൃദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. മരണത്തിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടെന്ന് കരുതുന്നതായി ഷോപ്പുടമ പറഞ്ഞു. വലിയൊരു പ്രഷർ ഇതിൻ്റെ ബാക്കിലുണ്ടാവും, വലിയ രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ് രണ്ടാമത് ഇവളായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളത്. എന്നാലും ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിൻ്റെ ബാക്കിലുണ്ടാവും. കഴിഞ്ഞ ദിവസമാണ് ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ മൗസയെ വെള്ളിമാടുകുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മൃതശരീരത്തിൽ മറ്റു പരിക്കുകളുമില്ല. മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കോവൂർ സ്വദേശിയുമായി മൗസ അടുപ്പത്തിലായിരുന്നു. ഇയാൾ കുട്ടികളുള്ള വിവാഹിതനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മൗസ മനസ്സിലാക്കിയത്. ആത്മഹത്യയുടെ കാരണം ഇതാണെന്നാണ് നിഗമനം. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു. പിതാവ് ലഹരിക്കടിമയെന്നാണ് വിവരം. കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CWC ഈ ദൃശ്യങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇയാള് രാത്രിയില്ല പകലില്ല, ഫുട്ബോൾ, കോപ്പ്, ചെരുപ്പ്, ഡ്രസ്. എന്നെ വളരെ ഉണ്ടാക്കാനാ വളരെ ഇയാള് രാത്രിയില്ല പകലില്ല, ഫുട്ബോൾ, കോപ്പ്, ചെരുപ്പ്, ഡ്രസ്. എന്നെ വളരെ ഉണ്ടാക്കാനാ വളരെ ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, കണ്ടിരിക്കാൻ പ്രയാസം ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഈ ലഹരി ആളുകളുടെ മനുഷ്യത്വത്തെ എത്രത്തോളം ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ മറ്റൊരു നേർസാക്ഷ്യം കൂടിയാകുകയാണ് കൂടലിൽ നിന്നുള്ള ഈ വീഡിയോ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ പിതാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് CWC എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരിക്ക് അടിമയാണ് ഈ പിതാവ്. ആ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ക്രൂരമായ രീതിയിലാണ് 13-കാരനെ പിതാവ് മർദ്ദിക്കുന്നത്. ഏതായാലും ഈ കുട്ടി വസ്ത്രങ്ങളോ ചെരുപ്പോ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെയാണ് ഈ മർദ്ദനമെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇയാൾ ഭാര്യയെ മർദ്ദിച്ചിരുന്നു. ഭാര്യ അടൂർ ആശുപത്രിയിലായിരുന്നു, ഡിസ്ചാർജ് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ലഹരിക്ക് അടിമയായ ഒരു പിതാവ് എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ CWCക്ക് എടുത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. CWC അത് പരാതിയായി ഈ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി കൂടൽ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണെന്നാണ് നമുക്കറിയുന്ന വിവരം. എന്തായാലും ക്രൂരമായ ഒരു മർദ്ദനം ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു. നിരന്തരം ഇത്തരത്തിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഈ രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് നമുക്ക്. അതെ ശശിനാരായണൻ, ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 2 ദിവസത്തെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നിരന്തരം ഇയാൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും. ഇത്തരത്തിൽ മദ്യപിച്ച് വരിക, അല്ലെങ്കിൽ ലഹരിക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുക, അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ കുട്ടികളെയും ഭാര്യയെയും മർദ്ദിക്കുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് എന്നുള്ളതാണ് അയൽവാസികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. CWCയോടും അത്തരത്തിലാണ് പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പരാതിയായി തന്നെ CWC അത് ഗൗരവമായി കണ്ടുകൊണ്ട് 13-കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കേസെടുക്കണമെന്ന് തന്നെയാണ് ഒരു നടപടിയിലാണ് CWC ഉള്ളത്. ലഹരിക്ക് അടിമയായ ഇയാൾ പല പ്രാവശ്യവും ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി അറിയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടൽ പോലീസ് അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും രാജേഷ് എന്നാണ് ഇയാളുടെ പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ഭാര്യയും കുട്ടിയെയും ഒക്കെ വളരെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും
ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോഴെങ്കിലും ഈ വിഷയം എത്തിയത് നന്നായി. ഇയാൾക്കെതിരെ എന്തായാലും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ജീവിതം തോന്നസിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കുറെ പിടിയും കണ്ടോണ്ടിരിക്കും. ഇരിക്കുന്നു ഇറങ്ങി ഓടുന്നാടെ നിക്കടാ. നിനക്ക് ഭാഗ്യം വേണ്ടേ? എടാ ഇങ്ങോട്ട് വരാനെ പത്തനംതിട്ട കൂടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഭാര്യയും മക്കളെയും എല്ലാം നിരന്തരം ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നത്. ഒരു 13 വയസ്സുകാരനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഉടൻ നടപടി പ്രതീക്ഷിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. 20 ലക്ഷം വില വരുന്ന MDMA-യുമായി കൊണ്ടോട്ടി സ്വദേശി പോലീസ് പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കുന്ന് വീട്ടിൽ ആകാശാണ് പിടിയിലായത്. വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ ലഹരി വിൽപ്പന. കൊണ്ടോട്ടിയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ആകാശ്. നീറാട് നെല്ലിക്കുന്ന് ഭാഗത്തു നിന്ന് കഴിഞ്ഞ രാത്രിയാണ് ഇയാളെ പിടികൂടിയത്. 2 ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപ്പാദനം എന്നിവ തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ആകാശ് പിടിയിലായത്. 2 വർഷമായി ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആകാശ് ഉൾപ്പെട്ട സംഘം ബാംഗ്ലൂരിലും ചെന്നൈയിലും നിന്നെത്തിക്കുന്ന ലഹരിമരുന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തി ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 മലപ്പുറം. കാട്ടാക്കടയിൽ മുക്കുമണ്ഡം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ ദമ്പതികൾ അറസ്റ്റിൽ. ഒറ്റശേഖരമംഗലം സ്വദേശികളായ അഖിൽ, ഭാര്യ അഞ്ജു എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന SN എന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലാണ് സ്വർണം പണയം വെച്ചത്. കുഞ്ഞിന് സുഖമില്ലാത്തതിനാൽ പണം വേഗം വേണമെന്നും ആവശ്യപ്പെട്ട് 2 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി. അടുത്ത ദിവസം സ്വർണം ജീവനക്കാരൻ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത്. കൊല്ലം കൊട്ടാരക്കര ഇഞ്ചക്കാട് ബാറിൽ സംഘർഷം, 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 3 പേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പിടിയിലായവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട മിഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കമായി. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മിഴുവേലി പഞ്ചായത്തിന്റെയും പിന്തുണയോടെയാണ് കാട്ടുപന്നി വേട്ട ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ സമീപ പഞ്ചായത്തുകളിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷിനാശം സംഭവിച്ച കർഷകരുടെ പരാതിയെ തുടർന്നാണ് കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ മിഴുവേലി പഞ്ചായത്ത് തീരുമാനമെടുത്തത്. വനമേഖലയിൽ നിന്നും ഏറെ ദൂരെയുള്ള മിഴുവേലി പഞ്ചായത്തിലെ നഗരപ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് നടപടിയുമായി കർഷക സംഘം രംഗത്തെത്തിയത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനുള്ള കർഷകരുടെ പരിശ്രമം ഒടുവിൽ വിജയിച്ചു. ഇത് മിഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും പന്നിശല്യമുള്ള പന്നികൾ പകൽ സമയത്ത് പോലും കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഇനി എല്ലാ വാർഡുകളിലേക്കും ഇങ്ങനെ ഒരു പന്നിവേട്ട ജനകീയ നേതൃത്വത്തിൽ നടത്തും. അത് മാത്രമേ നമുക്ക് മുന്നിൽ ഇനി ഒരു പോംവഴിയായിട്ടുള്ളൂ. പന്നികളെ വെടിവെക്കാൻ പരിചയമുള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയാണ് കാട്ടുപന്നികളെ കൊല്ലുന്നത്. മിഴുവേലി പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും ജനകീയ തിരച്ചിൽ നടത്താനാണ് കർഷക സംഘത്തിൻ്റെ തീരുമാനം. കാട്ടുപന്നി പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം ചാത്തന്നൂരിൽ തകർന്ന കനാൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലങ്ങളായി കനാൽ നവീകരിക്കാത്തതാണ് തകർച്ചയ്ക്ക് കാരണമായത്. കനാൽ അടച്ചതോടെ മേഖലയിലെ കൃഷിയും പ്രതിസന്ധിയിലായി. 30
വർഷത്തിനുമേൽ പഴക്കമുള്ളതാണ് ചാത്തന്നൂർ ഇടതുകര സബ് കനാൽ. ദിവസങ്ങൾക്ക് മുൻപ് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിലായിരുന്നു. എക്കലും മാലിന്യവും സബ് കനാലിൽ അടിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം നേരിട്ടിരുന്നു. ഇതാണ് സുരക്ഷാഭിത്തി തകരാൻ കാരണം. കനാൽ അടച്ചതൊഴിച്ചാൽ തകർന്ന ഭിത്തികൾ പുനർനിർമ്മിക്കാനോ കനാൽ നവീകരിച്ച ജലം തുറന്നുവിടാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തൊഴിലാളികളായിരുന്നു. ഈ കനാലിന്റെ അകത്തുള്ള മണ്ണും കാടും റോഡിന്റെ കനാലിന്റെ ഇരു സൈഡുകളിലുള്ള പാതകളുടെ കാടുമൊക്കെ വെട്ടിത്തെളിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ഈ കനാൽ ശുചീകരിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതിൽ പ്രവേശിപ്പിക്കുവാനോ തൊഴിൽ ചെയ്യിക്കുവാനോ അവർ അനുവദിക്കുന്നില്ല. കടുത്ത വരൾച്ചയിൽ കനാൽ ജലം കൂടി ഇല്ലാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. പൂർണ്ണമായി കാർഷിക മേഖലയായ ഇവിടെ കനാൽ വെള്ളം എത്താത്തത് കൃഷിനാശത്തിന് കാരണമാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ഭിത്തികൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും KIP അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ പുനർനിർമ്മാണത്തിന് ഫണ്ടില്ല എന്നു പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം കുരിശുമലയുടെ അടിവാരത്ത് വൻ തീപിടുത്തം. ഇന്നലെ രാത്രി മുതലാണ് ഉരുട്ടുപാറ പ്രദേശത്ത് തീ പടരാൻ തുടങ്ങിയത്. ജനവാസ മേഖല അല്ലാത്തതിനാൽ മറ്റ് അപായങ്ങളില്ല. എന്നാൽ റബ്ബർ അടക്കമുള്ള കൃഷിയിടങ്ങൾ കത്തിനശിച്ചു. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലയാണിത്. ശക്തമായ കാറ്റും തീ നിയന്ത്രണ വിധേയമാക്കാൻ തടസ്സമാകുന്നുണ്ട്. കൊട്ടാരക്കര MC റോഡിൽ ടോറസ് ലോറി കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. മണ്ണ് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടമുണ്ടാക്കിയത്. പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. 3 പേർക്ക് പരിക്കേറ്റു. മണ്ണുമായി വന്ന ലോറി നിയന്ത്രണം തെറ്റി 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന 12-ലധികം ഇരുചക്ര വാഹനങ്ങൾ തകർന്നു. ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറും തകർന്നു. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും കെട്ടിടവും തകർന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. കുടിയേറ്റ കർഷകരെ കുടിയിറക്കാൻ സംഘടിത ശ്രമം നടക്കുന്നതായി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കാട്ടുമൃഗങ്ങൾക്കും സർക്കാരുകൾക്കും മലയോര ജനതയോട് ഒരേ സമീപനമാണെന്നും പാംപ്ലാനി. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം തേടി സണ്ണി ജോസഫ് MLA ആറളത്ത് നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. അതിനിടെ ആറളം ഫാമിൽ ആദിവാസി പുനരധിവാസ മേഖലകളിൽ നിന്ന് കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങി. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ നടപടിയെടുക്കാത്തത് കുടിയേറ്റ കർഷകരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന ഗുരുതര ആരോപണവുമായി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. നിരുത്തരവാദപരമായ വനനയങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത്. ആനമതിൽ നിർമ്മാണത്തിൽ സർക്കാർ വീഴ്ച വരുത്തി. ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. തന്റെ ആറളം സന്ദർശനം മുടക്കാൻ ചിലരുടെ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടെന്നും ജോസഫ് പാംപ്ലാനി. ആറളം ഫാമിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി ആത്മാർത്ഥമായി ഇടപെടണമെന്നും ജോസഫ് പാംപ്ലാനി. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ്. അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഇറച്ചിയുണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറിയിറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. അതിനിടെ ആറളം 13-ാം ബ്ലോക്കിൽ വനം വകുപ്പിന്റെ ഓപ്പറേഷൻ എലിഫന്റിന് തുടക്കമായി. ആദ്യഘട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരുത്തും. 50ഓളം ആനകൾ ഈ മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ടെൻഡർ വിളിക്കാതെ തന്നെ അടിക്കാടുകൾ വെട്ടാനുള്ള നടപടി തുടങ്ങും. പാതി വഴിയിൽ നിലച്ച ആനമതിൽ പദ്ധതി മാർച്ച് അവസാനത്തോടെ പുനരാരംഭിക്കും. ആദിവാസി ദമ്പതികളായ വെള്ളി ലീല എന്നിവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ. പ്രദേശത്ത് തെരുവ് വിളക്കുകളും സോളാർ ഹാങ്ങിങ് ഫെൻസിംഗും സ്ഥാപിക്കും. ഹൈടെക് പ്രതിരോധ സംവിധാനവും ആറളത്ത് നടപ്പിലാക്കും. വന്യജീവികളെ നിരീക്ഷിക്കാൻ കൂടുതൽ ക്യാമറ സ്ഥാപിക്കും. 100ഓളം വനപാലകരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,010 രൂപ, പവന് 64,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ, കിലോഗ്രാമിന് 1,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.